ഹലോ നമസ്കാരം, മീ ക്രിപ് സാർ. അപ്പോൾ ഞാനിന്ന് പറയാൻ പോകുന്നത് കുറച്ച് സൈക്കോളജിയാണ്. മനുഷ്യന്മാരെ പറ്റിയുള്ള കുറച്ച് സൈക്കോളജിയാണ്. ഇതെല്ലാവരുടെ ജീവിതത്തിലും പലവർക്കും അനുഭവപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. സൈക്കോളജി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പൊതുവേ നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ആൾക്കാരെ പറ്റിയൊരു മിനിമം നോളജ് കിട്ടുമെന്നാണ് ഇതിൻ്റെ ഒരു അർത്ഥം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നിങ്ങളിത് തൊട്ട് ആൾക്കാരെ വിശ്വസിക്കുന്നതിന് കുറച്ചൊക്കെ ലിമിറ്റേഷൻ വയ്ക്കും. അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളും സത്യം പറഞ്ഞാൽ ഞാൻ മൊത്തം പറയുന്നില്ല, ജസ്റ്റ് ഭാഗമായിട്ട് ഞാൻ പറയാൻ മൊത്തം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു പക്ഷേ നിങ്ങളെ ചുറ്റിനുള്ള ആയിടത്ത് നിങ്ങൾ മിണ്ടിയെന്ന് വരില്ല. അത്രയ്ക്കും മനുഷ്യന്മാരെ പറ്റി അവരെ ഉള്ളിലുള്ള മൂടിക്കിടക്കുന്ന ഡാർക്ക് സൈക്കോളജിയെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഒന്നാമത്തെ കാര്യം, നിങ്ങളോട് ആരെങ്കിലും വിഷമം തുറന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ പോട്ടെ നിങ്ങളയാളുടെ വിഷമം തുറന്ന് പറയുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? നിങ്ങൾ വിചാരിക്കുക ആ വ്യക്തി നിങ്ങളെ ആ ഒരു വിഷമം കണ്ട് അങ്ങ് ലയിച്ചു പോയി, ഇല്ലെങ്കിൽ നിങ്ങളുടെ വിഷമം കണ്ട് അവരങ്ങ് ഇതായി, അവർക്കും വിഷമമായി എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. പക്ഷെ അങ്ങനെയൊന്നുമല്ല. ഈ വിഷമം തോന്നുന്നതിൻ്റെ ഒരു ശാസ്ത്രീയമായ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. അവർ നിങ്ങൾ ഈ പറയുന്ന വിഷമങ്ങളെല്ലാം കേട്ടിരിക്കുന്നതിന് ശേഷം അവർ എന്താണ് ചെയ്യുന്നത്? ആ സമയത്ത് അവർക്കൊരു വിഷമം തോന്നാം, നിങ്ങളൊരു സഹതാപം തോന്നാം ആ വിഷമത്തിൽ, അത് ബോധ മനസ്സിൽ തോന്നും. പക്ഷെ ഉത്ബോധ മനസ്സിൽ എന്തോന്നാണ് ചെയ്യുന്നത്? ഈ സന്തോഷത്തിനെ ഈ ഒരു നിങ്ങളെ വിഷമത്തിനെ ഒരു സന്തോഷമാക്കി നിങ്ങളെ ഉത്ബോധ മനസ്സ് മാറ്റും. മനസ്സിലായില്ലേ? എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ ഒരുപാട് പത്രങ്ങളൊക്കെ വായിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് പേജിലൊക്കെ ഒരുപാട് ഹൈലൈറ്റ് കാണുന്ന മഞ്ഞ പത്രത്തിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇതാണ്, വിറ്റ് പോകുന്ന സംഭവമാണ്. അതേപോലെ നമ്മളെ നോർമൽ ന്യൂസ് പേപ്പറിലായാലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അത് ഉടനെ ആൾക്കാരെ കണ്ണിൽ പതിയും. ഇപ്പോൾ ആരെങ്കിലും വണ്ടി അടിച്ച് മരിച്ചാലോ, ഇല്ലെങ്കിൽ ഒരാൾ കുറേ പേര് അടിച്ച് കൊന്നെന്നൊക്കെ പറയുമ്പോൾ സഹതാപം തോന്നും നമുക്ക്. ഇല്ലെങ്കിൽ ഇതേപോലെ സഹതാപം തോന്നുന്ന കാര്യങ്ങൾ നമുക്കെന്തോ നെയ്യും, ഇത് കാണുമ്പോൾ സഹതാപം തോന്നും. പക്ഷെ നമ്മൾ വിചാരിക്കും ഇത് നമുക്കുണ്ടായ ഈ ഒരു ഫീലിങ്സ് ശരിക്കുള്ള ഫീലിങ്സ് ആണെന്ന്. അങ്ങനെയല്ല, ഇത് ബോധ മനസ്സിലുണ്ടാകുന്ന ഫീലിങ്സാണ്. ഉത്ബോധ മനസ്സിലെന്താണ് അവിടെ ഉണ്ടാകുന്നത്? ഉത്ബോധ മനസ്സിൽ ആ ഉണ്ടായ നെഗറ്റീവ് സംഭവത്തെ എൻജോയ് ചെയ്യാൻ നമ്മുടെ ഉത്ബോധ മനസ്സ് പ്രേരിപ്പിക്കും. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെയാണ് ആ ഒരു എൻജോയ്മെൻറ്റ് കൊണ്ട് തന്നെയാണ് നമ്മൾ ആ നെഗറ്റീവിനെ ഒരുപാടായിട്ട് നീങ്ങുന്നത് നോക്കുന്നത്. ആ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് നമ്മൾ അതുകൊണ്ട് തന്നെ ഡെയിലി അതുകൊണ്ടാണ് ഈ നെഗറ്റിവിറ്റിക്ക് ആൾക്കാർക്ക് ഇത്രയ്ക്കും ഇത് കൂടുന്നത്. അതാണ്, ഒരേ സമയം നമ്മുടെ മനസ്സിന് വിഷമവും തോന്നും, മറ്റേ ഭാഗത്ത് സന്തോഷവും തോന്നും. പക്ഷേ സന്തോഷമാണ് കൂടുന്നത്. അപ്പോൾ നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കി. ഇപ്പോൾ നിങ്ങളൊരാടത്ത് വിഷമം തുറന്ന് പറയുമ്പോൾ അവർക്ക് നിങ്ങളടുത്ത് എന്തെങ്കിലും വിഷമം ഉണ്ടായി, നിങ്ങളടുത്ത് എന്തെങ്കിലും സെൻറ്റിമെൻറ്റ്സ് എന്ന് വിചാരിച്ച് അത് ശരിക്കുള്ള സെൻറ്റിമെൻറ്റ്സ് ഒന്നും ആയിരിക്കില്ല. ലോകത്ത് എന്ത് സെൻറ്റിമെൻറ്റ്സ് ആയാലും അതെന്ന് പറയുന്നത് ജസ്റ്റ് അവർക്കൊരു എൻജോയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി, നിങ്ങളുടെ പെയിൻ കണ്ട് എൻജോയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സംഭവം മാത്രമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇനി തൊട്ട് ആയിടത്തെങ്കിലും ദുഃഖങ്ങളോ വിഷമങ്ങളോ ഒക്കെ തുറന്ന് പറയുമ്പോൾ ഈ കാര്യം ഒന്ന് ചിന്തിക്കുക. പിന്നെ വേറൊരു എക്സാമ്പിൾ പറയുമ്പോഴും ഇതൊക്കെ തന്നെയാണ്. നിങ്ങൾ ഈ പത്രത്തിൻ്റെ കാര്യം തന്നെയാണ് എനിക്ക് കൂടുതലും പറയാനുള്ളത്. മനസ്സിലായില്ലേ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഭവം, വേറൊരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, സൂയിസൈഡ് ചെയ്യുന്ന ആൾക്കാരെ പറ്റി അറിയാം. സൂയിസൈഡ് അപ്പോൾ പല ശാസ്ത്രജ്ഞന്മാരും പറയുന്നുണ്ട്, ഈ മരിക്കണോ ജീവിക്കണോ എന്ന് നിൽക്കുന്ന സാഹചര്യത്തിൽ, മനുഷ്യൻ നിൽക്കുന്ന സാഹചര്യത്തിൽ അതിൻ്റെ മിഡിൽ സ്റ്റേജ് ഉണ്ട്, സൂയിസൈഡൽ സ്റ്റേജ്. ആ നിൽക്കുന്ന സ്റ്റേജിൽ മനുഷ്യൻ അവരുടെ പെയിൻ എൻജോയ് ചെയ്യാൻ പഠിക്കും. മനസ്സിലായില്ലേ? എൻജോയ് ചെയ്യാൻ പഠിക്കും. ഉത്ബോധ മനസ്സിലായി അവർക്ക് എൻജോയ്മെൻ്റ് ഉണ്ടാകും. അതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന പോലെ നല്ല വാർത്തകൾക്ക് നീങ്ങുന്നുണ്ട്, ആൾക്കാരുടെ ഇൻട്രസ്റ്റ് കുറയുന്നത്, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് ഇൻട്രസ്റ്റ് കൂടുന്നത്. അപ്പോൾ ഇനി തൊട്ട് നിങ്ങൾ ആരുടെയെങ്കിലും വിഷമം തുറന്ന് പറയാൻ നിൽക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ആലോചിക്കുക, നിങ്ങൾ മാത്രമേ കാണത്തുള്ളൂ എന്ന് ചിന്തിക്കുക. മനസ്സിലായില്ലേ? തുറന്ന് പറയുമ്പോൾ അതാണ് ഇപ്പോൾ ഞാൻ പത്രത്തിൻ്റെ കേസ് പറഞ്ഞില്ലേ, അതാണ്. അടുത്ത കാര്യം സപ്പോർട്ടീവ് മൈൻഡ് സെറ്റ്. രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞത് സപ്പോർട്ടീവ് മൈൻഡ് സെറ്റ്.
സപ്പോർട്ടീവ് മൈൻഡ് സെറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഇപ്പോൾ നിങ്ങളൊരാൾ സപ്പോർട്ട് ചെയ്യുന്നു, ഇപ്പോൾ എന്തെങ്കിലും കോളേജിൽ എന്തെങ്കിലും പ്രോജക്റ്റ് ചെയ്യാൻ സഹായിക്കുന്നു, ഇല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരൻ്റെ റെക്കമെൻഡേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരൻ ഒരു ജോലി ഒരു കമ്പനിയിൽ വാങ്ങിച്ചതെന്ന് വിചാരിക്കുക. ഓക്കെ, പക്ഷേ ആ കമ്പനിയിൽ ആ കൂട്ടുകാരൻ അറിയായിരിക്കും അവൻ ഈ ഒരു സൂപ്പർവൈസർ ലെവലിലെങ്കിലും മിനിമം പോകും. അതിന് മുകളിൽ അവൻ പോകത്തില്ല, മാനേജറൊന്നും ആകത്തില്ല എന്ന് വിചാരിക്കും. അവൻ ജസ്റ്റ് ഒരു സൂപ്പർവൈസർ ആയിരിക്കും. നിങ്ങളുടെ ആ പറയുന്ന കൂട്ടുകാരൻ സൂപ്പർവൈസർ ആയിരിക്കാം. പക്ഷേ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ജോലി വാങ്ങിച്ചു തന്ന കൂട്ടുകാരൻ്റെ മുകളിലേക്ക് നിങ്ങൾ ഉയർന്നു വെച്ചോ, ഒരു മാനേജറായെന്ന് വിചാരിക്കുക. ആ സമയത്ത് നിങ്ങളെ കൂട്ടുകാരി സൂപ്പർവൈസറാണെന്ന് വിചാരിക്കുക. ആ സമയത്ത് എന്തോ നിങ്ങൾ ഈ കൂട്ടുകാരൻ ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റിയൊക്കെ പോകും. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരൻ ചിന്തിക്കുന്നത് നിങ്ങൾക്ക് ഈഗോ അടിക്കും, നിങ്ങളുടെ ഈഗോ അടിക്കും, നിങ്ങളെ ചവിട്ടി താഴ്ത്തന്നെയാണ് നോക്കുന്നത്. ഇതെന്ന് പറയുന്നത് മനുഷ്യൻ്റെ തലച്ചോറിൽ നടക്കുന്നൊരു സംഭവം തന്നെയാണ്. മനസ്സിലായില്ലേ? ഇതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിച്ച് അവർ റിയലായി സപ്പോർട്ട് ചെയ്തെന്ന് നിങ്ങൾ വിചാരിക്കാൻ പാടില്ല. മനസ്സിലായില്ലേ? അത് അവരെക്കാട്ടിയും മുകളിലെത്തത്തില്ല എന്ന് വിശ്വാസമുള്ളത് കൊണ്ടാണ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത്. അവരെക്കാട്ടി മുകളിലോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യത്തില്ല. അതാണ്, അത് മനസ്സിലാക്കണം. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ അംബാനി എന്തോ ചെയ്യുന്നുണ്ട്, ഒരു പിച്ചക്കാരനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേ പിച്ചക്കാരൻ അംബാനിയെക്കാട്ടിയും വലിയ കോടീശ്വരനായി കഴിഞ്ഞാൽ അംബാനിക്ക് നേരെ ഈഗോ അടിക്കും. അവൻ്റെ ബിസിനസ്സിൽ അവൻ്റെ കോമ്പറ്റീറ്ററായി കഴിഞ്ഞാൽ അയാളെ തകർക്കാൻ നോക്കും, എല്ലാം ചെയ്യും. അപ്പോൾ ഇതേ സംഭവമാണ് മനുഷ്യന്മാരിൽ നടക്കുന്നത്. അപ്പോൾ ഇത് ചിന്തിക്കുക. ഓക്കെ, അങ്ങനെ ഇതെന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരിൽ ഉണ്ടാകുന്ന ചില ഫാക്ട്സാണ്. ഇനി നിങ്ങളെ ചുറ്റുപാടും ഒരുപാട് ഫ്രണ്ട്സൊക്കെ കാണും. അപ്പോൾ ഈ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ വേറൊരു മൂന്നാമത്തെ ഞാൻ പറയണം. ഫ്രണ്ട്സ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ തോളി കൈയിട്ടൊക്കെ നടക്കും. പക്ഷേ ഇവർ എന്തുകൊണ്ടാണ് നിങ്ങളെ ഫ്രണ്ട്സ് ആകുന്നത്? അത് അവരുടെ ഹാപ്പിനെസ്സിന് വേണ്ടിയാണ്. അവരുടെ ഹാപ്പിനെസ്സിന് വേണ്ടി യൂസ് ചെയ്യുന്നൊരു ടൂള് മാത്രമാണ് നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്. ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ വർക്കിന് ഒരു പേരിന് വേറെ അർത്ഥമൊന്നുമില്ല, ജസ്റ്റ് ടൂള് മാത്രമാണ്. മനസ്സിലായില്ലേ? അവരുടെ സർവൈവലിനെ ബാധിക്കുന്ന ഒരു സിറ്റുവേഷൻ അവരുടെ ലൈഫിൽ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ നൈസായിട്ട് ഒഴിവാക്കും. ഇതെന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഉത്ബോധ മനസ്സിൽ നടക്കുന്ന സംഭവമാണ്. എത്ര ഒരു കൂട്ടായി നിങ്ങളുടെ കൂടെ നിന്നാലും എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവൻ വലിഞ്ഞു കളയും, നൈസായിട്ട് ഊരിപ്പോവും. ഇതും ഉത്ബോധ മനസ്സിൽ നടക്കുന്ന സംഭവം തന്നെയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിനെ നമ്മൾ സൈക്കോളജിക്കലി നോക്കുകയാണെങ്കിൽ മനസ്സിലായില്ലേ, നമ്മുടെ ഈ പറയുന്ന പോലെ ഉത്ബോധ മനസ്സെന്ന് പറയുമ്പോൾ ഒരു മനുഷ്യൻ്റെ മുഴുവൻ സ്വഭാവങ്ങളും ഉൾക്കൊണ്ട് നിൽക്കുന്നൊരു സ്റ്റേജാണ് ഈ ഉത്ബോധ മനസ്സെന്ന് പറയുന്നത്. അപ്പോൾ ഉത്ബോധ മനസ്സെന്ന് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും സർവൈവലിന് പ്രശ്നം വരുമ്പോൾ ഉത്ബോധ മനസ്സ് നമ്മൾക്ക് വലിക്കാനാണ് നോക്കുന്നത്. നമ്മുടെ ഈ പറയുന്ന കൂട്ടുകാരന്മാരൊക്കെ നിങ്ങളെ തോളിക്കായിട്ട് സംസാരിക്കുന്നതൊക്കെ ചെയ്യുന്നത് അവരുടെ ഹാപ്പിനെസ്സിന് വേണ്ടിയാണ്, അവരുടെ ഡോപ്പമിൻ റിലീസിന് വേണ്ടി തന്നെയാണ്. ഇപ്പോൾ നമുക്കിപ്പോൾ മദ്യപാനം ഉള്ള ആൾക്കാർക്ക് അറിയാം. അവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ മദ്യം ഡെയിലി കുടിച്ചില്ലെങ്കിൽ കൈ വിറയ്ക്കും. ഈ തന്നെ ഇതേപോലെ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നവർക്ക് അറിയാം. അത് അവർ ഡെയിലി യൂസ് ചെയ്തില്ലെങ്കിൽ അവർക്കെന്തോ കൈ എന്തെങ്കിലും ഹാപ്പിനെസ്സിന് കുറവ് വരും. അപ്പോൾ ഒരു മദ്യവും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം പോലെയാണ് ഒരു കൂട്ടുകാരും നിങ്ങളും തമ്മിലുള്ള ഈ റിലേഷൻ. ഇതെന്ന് പറയാൻ തലച്ചോറിൻ്റെ ഡോപ്പമിൻ റിലീസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു കണക്ഷനാണ്. ലോകത്തെല്ലാവർക്കും അവർക്ക് തന്നെയാണ് പ്രയോറിറ്റി എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അത്രയേ ഉള്ളൂ. പിന്നെ നമ്മളോട് എന്തോ ഓവർ സ്നേഹം കാണിക്കുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ കൂട്ടുകാരനായിക്കോട്ടെ, നമ്മുടെ വീട്ടുകാരായിക്കോട്ടെ, നമ്മുടെ ബന്ധുക്കളായിക്കോട്ടെ സ്നേഹം കാണിക്കുന്നു. അപ്പോൾ സ്നേഹം കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലോകത്തുള്ള എല്ലാവരെ പറ്റിയാണ് ഞാൻ പറയണത്. ലോകത്തുള്ള എല്ലാ വ്യക്തികളുടെയും മാതാപിതാക്കളെ പറ്റിയാണ് ഞാൻ പറയുന്നത്. മാതാപിതാക്കളുടെയും കുടുംബക്കാരെയും കൂട്ടുകാരെയും പറ്റിയാണ് ഞാൻ പറയുന്നത്. അവർ ഒരു കുട്ടിയെ വളർത്തുന്നു, ആ കുട്ടിയെ സ്കൂളിൽ കൊണ്ടാക്കുന്നു, അവരുടെ കൊച്ചു തൊട്ടുള്ള കാര്യങ്ങളെല്ലാം നോക്കുന്നു. അപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? അവർ ഇതൊക്കെ ചെയ്യുന്നത് അവർക്ക് നമ്മുടെ ഇഷ്ടം കൊണ്ട് തന്നെയാണോ എന്ന് നിങ്ങൾ ചിന്തിക്കണം. ഒരിക്കലുമല്ല. ആരും നമുക്ക് എന്ത് ചെയ്യണത് അത് നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടി, അവിടെ സർവൈവലിന് വേണ്ടിയാണ്.
മനുഷ്യൻ സർവൈവലിന് വേണ്ടി ഏതറ്റം വരെയും പോകും. എക്സാമ്പിൾ ഞാൻ പറയാം. MDMA ഡ്രഗ്സിനെ നമുക്ക് പറയാം. ഈ ഡ്രഗ്സ് എന്ന് പറയുന്ന സംഭവം എന്തോന്നിയും നമ്മുടെ തലച്ചോറിൽ ഹാപ്പിനെസ് ഉണ്ടാക്കാൻ വേണ്ടി, പ്രേരിപ്പിക്കാൻ വേണ്ടി, ഹാപ്പിനെസ് തേടിയാണ് നമ്മൾ ഡ്രഗ്സൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡ്രഗ്സ് യൂസ് ചെയ്യുമ്പോൾ നമ്മളെ ബ്രെയിൻ ഒരു കാര്യം പറയുന്നു, ഡ്രഗ്സിന് വേണ്ടി നമ്മൾ സ്വന്തം പെങ്ങളെ മാല മോഷ്ടിക്കും, എന്ത് മാൽ പ്രാക്ടീസ് നമ്മൾ ചെയ്യും, ഒരു രീതിയിലുള്ള സെൻറ്റിമെൻസും ഇല്ലാതെ. അതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഡ്രഗ്സ് എന്ന് പറയുന്നത് ഹാപ്പിനെസ്സിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഇതാണ് ഈ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്, നമ്മുടെ ഹാപ്പിനെസ്സിന് വേണ്ടി. അതാണ്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മളെ കയ്യിൽ നിന്ന് ആ ഒരു ഹാപ്പിനെസ് അവന് എപ്പോൾ ഇല്ലാതാവുക, അപ്പോൾ നമ്മൾ ഇന്ന് മാറിപ്പോയിരിക്കും. പാരൻസിൻ്റെ കാര്യം പറയുമ്പോൾ അങ്ങനെ തന്നെയാണ്. അവരുടെ കേസ് എന്ന് പറഞ്ഞാൽ കുറേ ഡിഫറൻ്റാണ്. സർവൈവലിന് വേണ്ടി അവർ ചെയ്യും. സർവൈവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ കുട്ടിക്കാലത്ത് നമ്മൾ ശബ്ദിച്ചെന്ന് വെച്ചോ, നമ്മളെ വീട്ടിൽ തുടച്ച് കളയും. അപ്പോൾ നിങ്ങൾ വഴിക്ക് സ്നേഹമാണെന്ന് നിങ്ങൾ അപ്പോൾ അത് ഇങ്ങനെ തുടയ്ക്കുക. അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നത്, ഇപ്പോൾ നമ്മൾ ബാറിലൊക്കെ പോകുമ്പോൾ അറിയാൻ പറ്റും, ബാറിൽ. അപ്പോൾ ഈ ബാറിൽ പോകുമ്പോൾ അവിടെയും ഒരുപാട് ഛർദ്ദിക്കാറൊക്കെ ഉണ്ട്. ഛർദ്ദിക്കുമ്പോൾ അവിടെ ഈ ശബ്ദത്തിലൊക്കെ കോരിക്കും. പണ്ടത്തെ കാലത്ത് അന്ന് ഈ തുണിയൊക്കെ വെച്ചാണല്ലോ കോരുന്നത്. അങ്ങനെ പണ്ടത്തെ കാലത്ത് ശബ്ദത്തിൽ കോരുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ ബാറിൽ നിന്ന് ജോലി ചെയ്യുന്ന ഒരു സ്റ്റാഫും നമ്മുടെ പേരൻസും ചെയ്യുന്ന ഒരേ പണിയാണ്. പക്ഷെ നമ്മുടെ പേരൻസാണ് അത് ചെയ്യണമെങ്കിൽ അത് മതർത്ഥമായിട്ട് കാണുകയും, ഒരു ബാറിലൊരു സ്റ്റാഫ് ഒരു കള്ളുടിയും വാള് വയ്ക്കുമ്പോൾ അത് കോരി കളയുകയും അത് ചെയ്യുമ്പോൾ വലിയ അടിമത്തമായിട്ടാണ് കാണുന്നത്. അതാണ് പറയുന്നത്, മനുഷ്യൻ സർവൈവ് ചെയ്യാൻ വേണ്ടി എന്തും ചെയ്യുമെന്നാണ് അത് ഞാൻ പറയുന്നത്. സർവൈവലിന് വേണ്ടി അങ്ങനെയാണ് സബ് കോൺഷ്യസ് മൈൻഡ് എല്ലാവരും പ്രോഗ്രാമിങ് ചെയ്യിപ്പിക്കുന്നത്. ഈ പറയുന്ന പോലെ ഈ ആൾക്കാരെ സോപ്പിടക്കവും അതേപോലെ തന്നെ എല്ലാം സബ് കോൺഷ്യസ് ഈ പറയുന്ന പോലെ ചെയ്യിപ്പിക്കുന്ന കാര്യമാണ്. അത് മനസ്സിലാക്കണം. എല്ലാം അങ്ങനെയാണ്. പിന്നെ മനസ്സെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഷ്യസ് മൈൻഡും ഉണ്ട്, അതേപോലെ സബ് കോൺഷ്യസ് മൈൻഡും ഉണ്ട്. കോൺഷ്യസ് മൈൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ വീട്ടുകാരെ പഠിപ്പിച്ചു തന്ന കാര്യങ്ങളും നമ്മൾ കേട്ട് വളർന്ന കാര്യങ്ങളും സ്റ്റോർ ചെയ്ത് അതുപോലെ പ്രവർത്തിച്ച് അതുപോലെ ചിന്തിപ്പിക്കുന്നതാണ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത്. സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോന്നാണ്, അവിടെ നിങ്ങളെ പഠിപ്പിക്കുന്നത് എന്താണ്, അവിടെ പഠിപ്പിക്കുകയില്ല, അവിടെ നമ്മുടെ ബ്രെയിനിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കടൽ പോലത്തെ കാര്യങ്ങളാണ്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രപഞ്ചത്തെക്കാട്ടും വലിപ്പമുണ്ട് നമ്മുടെ മനസ്സ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനുഷ്യൻ്റെ കുലം ഉത്ഭവിച്ച നേരം തൊട്ട് മനുഷ്യൻ എങ്ങനെ സർവൈവ് ചെയ്യും, അതനുസരിച്ച് മനസ്സിനെ നമ്മുടെ അതുപോലെ പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഈ പറയുന്ന പോലെ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത്. സബ് കോൺഷ്യസ് മൈൻഡിലോട്ട് വരുമ്പോൾ നമ്മൾ കുറച്ച് ബ്രൂട്ടലാകും. നമ്മുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിലോട്ട് നമ്മൾ ഇറങ്ങി ചിന്തിച്ച് അത് പഠിക്കാൻ വേണ്ടി നിന്ന് കഴിഞ്ഞുണ്ടല്ലോ, നിങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യന്മാരോടും ഒരു രീതിയിലുള്ള കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾ വയ്ക്കത്തില്ല. കാരണം അത്രയ്ക്കും ഡാർക്ക് സൈക്കോളജിയാണ് സബ് കോൺഷ്യസ് മൈൻഡിൽ ഒളിഞ്ഞിരിക്കുന്നത്. മനസ്സിലായില്ലേ? അങ്ങനെയുണ്ട്. സംഭവം കുറച്ച് പ്രശ്നമാണ്. അതാണ് ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും സബ് കോൺഷ്യസ് മൈൻഡിനെ ബേസ് ചെയ്തിട്ടാണ്. മനസ്സിലായില്ലേ? ഈ സബ് കോൺഷ്യസ് മൈൻഡിനെ ബേസ് ചെയ്തിട്ടാണ്. പക്ഷേ നിങ്ങൾ ചിന്തിക്കുന്നത് കോൺഷ്യസ് മൈൻഡിലാണ്. അപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് സബ് കോൺഷ്യസ് മൈൻഡിലാണ്. അപ്പോൾ ഈ സബ് കോൺഷ്യസ് മൈൻഡിലത്തെ കാര്യങ്ങൾ ഞാൻ പലതും ഇനി ഞാൻ പറയും, ഒരുപാട് വീഡിയോസ് ഞാൻ പറയും. പക്ഷേ ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യം ജസ്റ്റ് ഒരു ബേസിക്കാണ്. ഓക്കെ, ജസ്റ്റ് ഒരു ബേസിക്കാണ്. ഇനി അടുത്ത കഴിഞ്ഞ സെക്കൻഡ് പാർട്ട് വരുന്നതായിരിക്കും. അപ്പോൾ സബ് കോൺഷ്യസ് മൈൻഡിനെ പറ്റി നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ സംസാരിക്കാം. ഒരുപാട് ഇനി ഡാർക്കായിട്ടുള്ള ഡീപ്പായിട്ട് ഞാൻ പോകുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇട്ടാൽ മാത്രമേ അടുത്ത വീഡിയോ കാണാൻ പറ്റത്തുള്ളൂ. സബ് കോൺഷ്യസ് മൈൻഡിലോട്ട് നിങ്ങളൊന്ന് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് ജനങ്ങളെ മനസ്സിലാക്കാൻ പറ്റും, ജനങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഒരു മനുഷ്യനെ പറ്റിയുള്ള എല്ലാം മനസ്സിലാക്കാൻ പറ്റും, ഒരു മനുഷ്യൻ്റെ സൈക്കോളജി മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ തന്നെ എല്ലാം ഇപ്പോൾ ഒരാൾ നിങ്ങളുടെ ഒരു കള്ളം പറഞ്ഞാൽ പോലും അതുപോലെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, പലതും മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ ഒന്ന് റെഡി ആകണമെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തിടുക. ഞാൻ അതുമായി ബന്ധപ്പെട്ട വീഡിയോസൊക്കെ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ബൈ.